നമസ്കാരം. സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ വിവിധ വിഷയങ്ങൾ ആത്മീയ തലത്തിൽ ചിന്തിപ്പിക്കുന്നതിനും അതിൻ്റെ മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കാര്യങ്ങളാണ് നമ്മൾ സുവാണിയിൽ പറഞ്ഞു പോകുന്നതും അതിൻ്റെ ഒരു രീതിശാസ്ത്രം അതാണ്. എന്താണ് മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യജന്മം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം അല്ല. ജീവിതം എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ പറയുന്നത് പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനപ്പുറം ജീവിതം ഒരു അത്ഭുതമാണ്. ഇന്ന് നമുക്ക് പരിചയപ്പെടാവുന്നത്, ഞാനെപ്പോഴും എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. എന്നാൽ മറ്റൊരു ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും. സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസരും തമ്മിൽ നടക്കുന്ന ഒരു ഡയലോഗെന്നോ അല്ലെങ്കിൽ ഒരു സംവാദമെന്നോ, അങ്ങനെ സംവാദം നടത്താൻ അവർ തുല്യത സ്ഥാനീയരല്ല. അപ്പോൾ എന്നാൽ പോലും ഒരു സംശയ നിരീകരണമെന്നോ ഗുരുശിഷ്യ ബന്ധമെന്നോ ഒക്കെ വച്ചതിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഉത്തരവും, ഗുരുദേവൻ്റെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഉത്തരവും നമുക്കൊരു 7-8 ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. സ്വാമി വിവേകാനന്ദൻ ചോദിക്കുന്നുണ്ട്, എനിക്കൊരിക്കലും ഒഴിവ് സമയം കിട്ടുന്നില്ല, ജീവിതം അതിയായ തിരക്കായി മാറിയിരിക്കുന്നു. പരമഹംസർ പറയുന്നുണ്ട്, പ്രവർത്തനങ്ങൾ നിങ്ങളെ തിരക്കിലാക്കാം, പക്ഷെ ഫലപ്രദമായ പ്രവർത്തനം നിങ്ങളെ സ്വതന്ത്രനാക്കും. വീണ്ടും സ്വാമിജി, എന്തുകൊണ്ട് ജീവിതം ഇങ്ങനെ സങ്കീർണമാകുന്നു? പരമഹംസർ പറയുന്നുണ്ട്, ജീവിതത്തെ അനാവശ്യമായി വിശകലനം ചെയ്യുന്നത് നിർത്തൂ, അത് ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കും. ജീവിതം ജീവിക്കൂ, അത്രമാത്രം. നിങ്ങൾ ജീവിക്കുക, സങ്കീർണതകളിൽ ചിന്തിച്ച് സമയം കളയരുത്. വീണ്ടും വിവേകാനന്ദൻ സ്വാമിജി ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ നാം എപ്പോഴും ദുഃഖിതരാകുന്നത് എന്തുകൊണ്ട്? പരമഹംസർ പറയുന്നുണ്ട്, ചിന്തിക്കുന്നത് നിങ്ങളുടേതായ ഒരു ശീലമായി മാറിയിരിക്കുന്നു. അതാണ് നിങ്ങൾ സന്തോഷം അനുഭവിക്കാത്തതിൻ്റെ കാരണം. എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ദുഃഖം മാത്രമേ വരുള്ളൂ. അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്തോഷവും കിട്ടും. നിങ്ങൾ അനുഭവിക്കുന്ന രീതിയിലേക്കൂടെ മാറും. എപ്പോഴും ചിന്തയിൽ മാത്രം നിൽക്കരുത്. നല്ല ആളുകൾക്ക് എപ്പോഴും കഷ്ടപ്പാട് ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? സ്വാമിജി ചോദിക്കുന്നു. പരമഹംസർ പറയുന്നു, ഹർഷണമില്ലാതെ വജ്രം മിനുക്കാൻ കഴിയുകയില്ല, ശുദ്ധമാകില്ല. തീയില്ലാതെ സ്വർണം ശുദ്ധമാകില്ല. നല്ല ആളുകൾ പരീക്ഷണങ്ങൾ കടന്നു പോകുന്നു, പക്ഷെ അവർ തകർന്നു പോകുന്നില്ല. ഈ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുകയാണുള്ളതാക്കുന്നത്, കൈപ്പുള്ളതാക്കുകയല്ല ചെയ്യുന്നത്. സ്വാമിജി വീണ്ടും ചോദിക്കുന്നു, അങ്ങനെ പറയുമ്പോൾ ഈ അനുഭവങ്ങൾ ഉപകാരമുള്ളവയാണോ? ഹംസർ പറയുന്നുണ്ട്, അതെ, അനുഭവം ഒരു കർശനമായ ഗുരുവാണ്. എക്സ്പീരിയൻസ് ഈസ് ദി ടീച്ചർ ആൻഡ് ദ ഗുരു. അവൾ ആദ്യം പരീക്ഷ നൽകും, പിന്നീട് പാഠം നമ്മെ പഠിപ്പിച്ചു തരും. സ്വാമി വിവേകാനന്ദൻ വീണ്ടും ചോദിക്കുന്നു, ഇത്രയധികം പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അറിയുന്നില്ല. പരമഹംസർ പറയുന്നു, പുറത്തേക്ക് മാത്രം നോക്കിയാൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് നിങ്ങൾക്കറിയില്ല. അകത്തേക്ക് കൂടി നോക്കൂ. അകക്കണ്ണുകൾ കൊണ്ട് കാഴ്ച നൽകുന്നത് ഹൃദയം നിങ്ങൾക്ക് വഴിയൊരുക്കുന്നു. എത്ര മനോഹരമായ വാക്കുകളാണ്. സ്വാമി വിവേകാനന്ദൻ വീണ്ടും പറയുന്നു, തോൽവി വേദനിപ്പിക്കുന്നത് ശരിയായ ദിശയിൽ മുന്നേറുന്നതിനേക്കാൾ കൂടുതലാണോ? ഹംസർ പറയുന്നുണ്ട്, വിജയം മറ്റുള്ളവർ നിർണ്ണയിക്കുന്ന അളവുകോലാണ്. തൃപ്തി നിങ്ങൾ തന്നെ നിർണ്ണയിക്കുന്നതാണ്. വിജയം മറ്റൊരാൾ നിർണ്ണയിക്കുന്നതാണ് നിങ്ങളുടെ വിജയം. പക്ഷേ തൃപ്തി നിങ്ങൾ നിർണ്ണയിക്കുന്നതാണ്, സംതൃപ്തി നിങ്ങൾ നിർണ്ണയിക്കുന്നതാണ്. കഠിന സമയങ്ങളിൽ നിങ്ങൾ പ്രചോദനം എങ്ങനെ നിലനിർത്തുന്നു? വീണ്ടും സ്വാമി ചോദിക്കുകയാണ്. പരമഹംസർ പറയുന്നത്, ഇത്രയും ദൂരം പോകാനുണ്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വരെ എത്തിയത് എന്ന ദൂരം എന്ന് നോക്കൂ. നിങ്ങൾ നഷ്ടപ്പെട്ടതല്ല, ലഭിച്ച അനുഗ്രഹങ്ങളെ എണ്ണുക. സ്വാമിജി വീണ്ടും ചോദിക്കുന്നു, മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് എന്താണ്? പരമഹംസർ പറയാറുണ്ട്, അവർ ദുരിതത്തിലാകുമ്പോൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക്? അവർ സമൃദ്ധരാകുമ്പോൾ ഒരിക്കലും ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്ക്? സന്തോഷം വരുമ്പോൾ എനിക്ക് വന്നല്ലോ എന്ന് ആനന്ദിക്കുന്നില്ല, ദുഃഖം വരുമ്പോൾ എനിക്കിത് വന്നല്ലോ എന്ന് സങ്കടപ്പെടുന്നു. അതുപോരാ, ജീവിതത്തിൽ നിന്ന് ഏറ്റവും നല്ലത് എങ്ങനെ നേടാം എന്ന് സ്വാമിജി ചോദിക്കുമ്പോൾ, ഭൂതകാലത്തെ പശ്ചാത്തലമില്ലാതെ നേരിടുക, വർത്തമാനകാലത്തെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടുക, ഭാവിയെ ഭയമില്ലാതെ തയ്യാറാക്കുക, ഭാവിക്ക് വേണ്ടി. അവസാനം ഒരു ചോദ്യം കൂടി സ്വാമിജി ചോദിക്കുന്നുണ്ട്, ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നു. പരമഹംസർ പറയുന്നു, ഉത്തരം ലഭിക്കാത്ത ഒരു പ്രാർത്ഥനയുമില്ല. വിശ്വാസം നിലനിർത്തൂ, ഭയം വിട്ടുകളയൂ. ജീവിതം പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല, അറിയേണ്ട ഒരു അത്ഭുതമാണ്. ശരിയായി ജീവിക്കാൻ അറിഞ്ഞാൽ ജീവിതം വലിയ ഒരു അത്ഭുതമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് വലിയ ഒരു അത്ഭുതമാണ്. അതൊരിക്കലും പരിഹരിച്ചു പോകുന്ന ഒരു പ്രശ്ന പരിഹാര ചിന്ത അല്ല. പ്രശ്നം പരിഹാരം ആ ചിന്തകളിൽ ഉള്ളതല്ല ജീവിതം ജീവൻ്റെ ഒരു വിളയാട്ടമാണ്. ജീവൻ്റെ ഒരു പരിണാമ പ്രക്രിയയിലുണ്ടാകുന്ന മാറ്റമാണ്. അത് ആസ്വദിക്കുക, പരമാവധി
അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അനുഭവിക്കുക എന്നുള്ള അനുഭവതലമാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗുരു ശിഷ്യ ബന്ധത്തിൽ കിടുന്ന ഇത്തരം ഗുരുവചനങ്ങളൊക്കെ നാം അറിഞ്ഞിരിക്കണം. നമ്മളെപ്പോഴും നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നമ്മൾ പലപ്പോഴും ദുഃഖത്തെക്കുറിച്ച് മാത്രം ഇരിക്കുകയും ദുഃഖിച്ചിരിക്കുകയും മാത്രം ചെയ്യാതെ സന്തോഷത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും അറിയുകയും നേരത്തെ പറഞ്ഞതുപോലെ വിജയം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളിൽ കാണുന്നതാണെന്ന് മനസ്സിലാക്കുകയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു പാചകം ചെയ്യുന്ന ഒരാളാവട്ടെ, പഠിക്കുന്ന ആളാകട്ടെ, ഒരു പാട്ട് പാടുന്ന ആൾ, എന്തായാലും നമ്മുടെ ജോലി, നമ്മുടെ കർമ്മം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ജോലി കഴിഞ്ഞു, നമ്മൾ അത് പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന ഒരു പെർഫെക്ഷനിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ സന്തോഷം, ആനന്ദം. അത് മറ്റ് തരത്തിൽ വരുന്ന വിജയം എന്നുള്ളതല്ല. ആ തരത്തിൽ ജീവിതത്തെ കാണണം എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതെല്ലാം പഠിക്കണം. എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ആത്മചോദന ഉണ്ടാവുകയും നമുക്ക് കൂടുതൽ ദൈവത്തിലേക്കുള്ള അല്ലെങ്കിൽ ദ്യോതിപ്പിക്കുന്ന മനസ്സിനെ ദ്യോതിപ്പിച്ച് മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് ഒരാത്മവിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി നമ്മുടെ ജന്മങ്ങൾ പൂർത്തീകരിക്കുവാനും അങ്ങനെ നമ്മുടെ കർമ്മവാസനങ്ങളെയും കർമ്മബന്ധങ്ങളെയും കുറച്ച് നമുക്ക് നന്മയിലേക്ക് പോകാൻ കഴിയും. ഇത് തന്നെയാണ് ഭാരതം ലോകത്തിന് നൽകുന്ന സനാതന ധർമ്മ ചിന്ത.